PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ 2023 ഡിസംബർ 26 കമ്മീഷൻ ചെയ്തു. എന്താണ് ഈ യുദ്ധക്കപ്പലിൻ്റെ പേര്? INS ഇംഫാൽ. ഇംഫാൽ മണിപ്പൂരിൻ്റെ തലസ്ഥാനമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥലത്തിൻ്റെ പേരിലറിയപ്പെടുന്ന ആദ്യ യുദ്ധക്കപ്പലാണ് INS ഇംഫാൽ. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഇംഫാൽ യുദ്ധത്തിൽ ഈ യുദ്ധം നടക്കുന്നത് 1944 ഇംഫാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണാർത്ഥമാണ് ഇംഫാൽ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. മിസൈൽ നശീകരണ ശ്രേണിയിൽപ്പെടുന്ന കപ്പലിൽ നിന്ന് ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവ വിക്ഷേപിക്കാനാകും. ഇത്രയും കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ 2023 ഡിസംബർ 26 കമ്മീഷൻ ചെയ്തു. ഈ കപ്പലിൻ്റെ പേരാണ് INS ഇംഫാൽ. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യ യുദ്ധക്കപ്പലാണിത്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ഇംഫാൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ സ്മരണാർത്ഥമാണ് ഇംഫാൽ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. മിസൈൽ നശീകരണ ശ്രേണിയിൽപ്പെടുന്ന കപ്പലിൽ നിന്ന് ഏറ്റവും വേഗമേറിയ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവ വിക്ഷേപിക്കാനാകും. അടുത്ത പോയിന്റ് നോക്കാം. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകും. എന്താണ് ഇതിൻ്റെ പേര്? മൈത്രി 2. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകുന്നു. ഇതിൻ്റെ പേരാണ് മൈത്രി 2. കിഴക്കൻ അന്റാർട്ടിക്കയിൽ നിലവിലുള്ള മൈത്രി സ്റ്റേഷന് 30 വർഷം പഴക്കമുള്ളതിനാലാണ് തൊട്ടടുത്ത് തന്നെ പുതിയ കേന്ദ്രം സ്ഥാപിക്കുന്നത്. അപ്പോൾ മൈത്രി 2 വരാനുള്ള കാരണം എന്ന് പറയുന്നത് കിഴക്കൻ അന്റാർട്ടിക്കയിൽ നിലവിലുള്ള മൈത്രി സ്റ്റേഷന് 30 വർഷം പഴക്കമുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പുതിയ കേന്ദ്രം സ്ഥാപിക്കുന്നത്. 1989 മൈത്രി സ്ഥാപിക്കുന്നത്. അതുപോലെ 2012 ഭാരതി സ്ഥാപിക്കുന്നത്. മൈത്രി, ഭാരതി എന്നീ 2 കേന്ദ്രങ്ങളാണ് നിലവിൽ ഇന്ത്യക്ക് അന്റാർട്ടിക്കയിലുള്ളത്. ഇനി ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് 1984 പ്രവർത്തനം തുടങ്ങിയ ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യ സ്റ്റേഷൻ. അപ്പോൾ 1989 മൈത്രിക്കും 2012 ഭാരതിക്കും മുൻപ് 1984 പ്രവർത്തനം തുടങ്ങിയ ദക്ഷിണ ഗംഗോത്രിയാണ് ഇന്ത്യയുടെ ആദ്യ സ്റ്റേഷൻ. മഞ്ഞു മൂടിയതിനെ തുടർന്ന് 1990 ദക്ഷിണ ഗംഗോത്രി പ്രവർത്തനം നിലച്ചിരുന്നു. അതിനുശേഷമാണ് ഈ മൈത്രിയും ഭാരതിയും വരുന്നത്. അപ്പോൾ അന്റാർട്ടിക്കയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് 1984 പ്രവർത്തനം തുടങ്ങിയ ദക്ഷിണ ഗംഗോത്രി, 1989 മൈത്രി, 2012 ഭാരതി എന്നിവയായിരുന്നു. അതിൽ 1984 പ്രവർത്തനം തുടങ്ങിയ ദക്ഷിണ ഗംഗോത്രി 1990 ആയപ്പോഴത്തേക്കും അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചു. പിന്നീട് ഇപ്പോൾ നിലവിലുള്ള വർക്കിംഗ് ആയിട്ട് ഉള്ളത് മൈത്രിയാണ്. 1989 രൂപീകൃതമായ മൈത്രിയും 2012 രൂപീകൃതമായ ഭാരതിയുമാണ് നിലവിൽ അവിടെ ഉള്ളത്. ഇതിനെ കൂടാതെ നമ്മുടെ ഈ മൈത്രിക്ക് ഏകദേശം 30 വർഷത്തെ പഴക്കമുള്ളത് കൊണ്ടാണ് പുതിയ ഒരെണ്ണം മൈത്രി 2 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഗവേഷണ കേന്ദ്രം 2029 സ്ഥാപിതമാകുന്നത്. ആർട്ടിക് മേഖലയിൽ 2008 മുതൽ ഇന്ത്യയുടെ ഹിമാദ്രി സ്റ്റേഷൻ പ്രവർത്തിച്ചു വരുന്നു. നോർവേയുടെ ഭാഗമായ സ്വാൽബാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സ്ഥിരമായി മനുഷ്യവാസമില്ലാത്ത ഭൂമിയിലെ ഏക വൻകരയാണ് അന്റാർട്ടിക്ക. വൈറ്റ് കോണ്ടിനെന്റ് എന്നും വിളിക്കപ്പെടുന്നു. മലയാളി ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ അടുത്തിടെ സ്വന്തമാക്കിയ നേട്ടമെന്താണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യ മലയാളി എന്ന നേട്ടമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. മലയാളി ക്രിക്കറ്റ് താരമായ സഞ്ജു സാംസൺ അടുത്തിടെ സ്വന്തമാക്കിയ നേട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളിയാണ് ഇദ്ദേഹം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആ രാജ്യത്തെ പാൾ എന്ന സ്ഥലത്തെ ബോളൻ പാർക്കിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിലാണ് 108 റൺസ് നേടിക്കൊണ്ട് സഞ്ജു നേട്ടം കൈവരിച്ചത്. അപ്പോൾ എവിടെയാണ് ഇദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആ രാജ്യത്തെ പാൾ എന്ന സ്ഥലത്തെ ബോളൻ പാർക്കിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് മത്സരത്തിലാണ് 108 റൺസ് നേടിക്കൊണ്ട് സഞ്ജു ഈ നേട്ടം കൈവരിച്ചത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ആദ്യം പറഞ്ഞത് തന്നെയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടുന്ന ആദ്യത്തെ മലയാളി ക്രിക്കറ്റ് താരമാര്? അത് സഞ്ജു സാംസണാണ്. അതുപോലെ ഏത് രാജ്യത്തിനെതിരെ സെഞ്ചുറി അടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഈ നേട്ടം കൈവരിച്ചത്? ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ. ഇനി എത്ര റൺസാണ് ഇദ്ദേഹം അടിച്ചു കൂട്ടിയിട്ടുള്ളത്? 108 റൺസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒറ്റ പോയിന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക.
റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾക്കും കറണ്ട് അഫയേഴ്സിനും മുൻവർഷ ചോദ്യങ്ങൾക്കുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. യുക്രൈൻ ചരിത്രത്തിലാദ്യമായി ക്രിസ്മസ് ആഘോഷത്തിന് 2023 മാറ്റം സംഭവിച്ചു. എങ്ങനെ? ജനുവരി 7 ആഘോഷിച്ചിരുന്ന ക്രിസ്മസ് ഡിസംബർ 25 ആഘോഷിച്ചു. യുക്രൈൻ ചരിത്രത്തിലാദ്യമായി ക്രിസ്മസ് ആഘോഷത്തിന് 2023 മാറ്റം സംഭവിച്ചു. എങ്ങനെയാണ്? ജനുവരി 7 ആഘോഷിച്ചിരുന്ന ക്രിസ്മസ് ഡിസംബർ 25 ആഘോഷിച്ചുകൊണ്ടാണ് ആ മാറ്റം സംഭവിച്ചത്. റഷ്യയോട് ഒരു തരത്തിലും സമരസപ്പെടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ മാറ്റം യാഥാർത്ഥ്യമാക്കിയത്. റഷ്യയിലും യുക്രൈനിലും പരമ്പരാഗതമായി ജനുവരി 7 ക്രിസ്മസ് ആഘോഷിച്ചിരുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലെ IPL ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയാണ് അടുത്തിടെ നടന്ന താരലേലം നിയന്ത്രിച്ചത്. പേര് മല്ലിക സാഗർ. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലെ IPL ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിതയാണ് അടുത്തിടെ നടന്ന താരലേലം നിയന്ത്രിച്ചത്. ഇവരുടെ പേരാണ് മല്ലിക സാഗർ. IPLലെ 4ാമത്തെ ഓപ്ഷണർ കൂടിയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മല്ലിക. ദുബായിൽ വച്ചാണ് ലേലം നടന്നത്. IPLലെ 4ാമത്തെ ഓപ്ഷണർ കൂടിയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള മല്ലിക. ദുബായിൽ വച്ചാണ് ലേലം നടന്നത്. മല്ലിക സാഗറിൻ്റെ ജന്മസ്ഥലം ഏതാണ്? മഹാരാഷ്ട്ര. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അഥവാ BSE പുതിയ ചെയർമാൻ ആരാണ്? പ്രമോദ് അഗർവാൾ. 1875 ജൂലൈ 9 സ്ഥാപിതമായ BSE ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ്. മുംബൈ ദലാൽ സ്ട്രീറ്റിലാണ് ആസ്ഥാനം. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSEയുടെ പുതിയ ചെയർമാനാണ് പ്രമോദ് അഗർവാൾ. BSE സ്ഥാപിതമായതെന്നാണ്? 1875 ജൂലൈ 9. ഏഷ്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? BSE. BSEയുടെ ആസ്ഥാനം എവിടെയാണ്? ദലാൽ സ്ട്രീറ്റ്, മുംബൈ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ആ ഒരൊറ്റ പോയിന്റിൽ നിന്നും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഞാനിവിടെ ഷെയർ ചെയ്യുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 നേടിയവർ ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണവും ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനവും നേടിയാണ് പുരുഷ ഡബിൾസ് ബാഡ്മിൻ്റൺ താരങ്ങളായ ഇരുവരും ജേതാക്കളായത്. അപ്പോൾ രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് 2023 നേടിയത് ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടിയും സാത്വിക് സായിരാജ് രംഗി റെഡ്ഡിയുമാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് കിട്ടിയതെന്ന് നോക്കാം. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണവും ലോക റാങ്കിങ്ങിൽ 1ാം സ്ഥാനവും നേടിയതുകൊണ്ടാണ് പുരുഷ ഡബിൾസ് ബാഡ്മിൻ്റൺ താരങ്ങളായ ഇരുവർക്കും മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് ലഭിച്ചത്. മുംബൈ സ്വദേശിയാണ് ചിരാഗ് ഷെട്ടി. ഞാൻ നമ്മുടെ പഴയ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ സ്പോർട്സ് വിഭാഗത്തിൽ നിന്നും പരീക്ഷയ്ക്ക് സ്പോർട്സ് പേഴ്സണാലിറ്റികളെക്കുറിച്ച് ചോദിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടെന്നല്ല, അടുത്തിടെ നടന്ന പരീക്ഷകളിലെല്ലാം തന്നെ അതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചില ആൾക്കാരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേപോലെ നമ്മുടെ നീരജ് ചോപ്ര, സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി, അതേപോലെ M ശ്രീശങ്കർ, HS പ്രണോയ്, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ പേര് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട് അവർ ഒത്തിരി റെക്കോർഡുകളൊക്കെ സ്ഥാപിക്കുന്നുണ്ട്, അതേപോലെ ഒത്തിരി ട്രോഫികളൊക്കെ നേടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പ്രത്യേകം ഓരോ വീഡിയോയിലും ഞാനൊന്ന് പറഞ്ഞിരുന്നു, അതൊന്ന് നോട്ട് ചെയ്തോളുക എന്ന്. ഉറപ്പായിട്ടും പേഴ്സണാലിറ്റിയെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരിക്കും. അതിലെന്തൊക്കെ പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ജന്മസ്ഥലം അല്ലെങ്കിൽ ഇവർ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളതാണ് എന്നുകൂടി അതിൽ ചോദിച്ചേക്കാം. അപ്പോൾ മുംബൈ സ്വദേശിയാണ് ചിരാഗ് ഷെട്ടി. ആന്ധ്രാപ്രദേശിലെ അമലപുരമാണ് സായിരാജിൻ്റെ സ്വദേശം. അപ്പോൾ ചിരാഗ് ഷെട്ടിയുടെ ജന്മസ്ഥലം എന്ന് പറയുന്നത് മുംബൈയാണ്. അതേപോലെ ആന്ധ്രാപ്രദേശുകാരനാണ് നമ്മുടെ സാത്വിക് സായിരാജ് രംഗി റെഡ്ഡി, ആന്ധ്രാപ്രദേശിലെ അമലപുരം. പാലക്കാട് യാക്കര സ്വദേശിയായ ലോങ് ജംപ് താരം M ശ്രീശങ്കറും ക്രിക്കറ്റർ മുഹമ്മദ് ഷമിയും ഉൾപ്പെടെ 26 പേർ അർജുന അവാർഡ് ജേതാക്കളായി. ഇതിൽ 15 പേർ വനിതകളാണ്. ഇവിടെയുമുണ്ട് ചോദ്യം. M ശ്രീശങ്കർ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലോങ് ജമ്പ്. അതേപോലെ M ശ്രീശങ്കർ പാലക്കാടുകാരനാണ്, കേരളത്തിൽ നിന്നുള്ള വ്യക്തിയാണ് അല്ലേ. അതേപോലെ എത്ര പേർക്കാണ് അർജുന അവാർഡ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്? 26 പേർക്ക്. ഇതിൽ എത്ര പേർ വനിതകളായിരുന്നു? 15 പേർ വനിതകളായിരുന്നു. അങ്ങനെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒത്തിരി ചോദ്യങ്ങളുടെ മേഖലകൾ തന്നെയാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുകയാണെങ്കിൽ വീണ്ടും കുത്തിയിരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് കേൾക്കുക. അതുപോലെ പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ്, അത് ലൈഫ് ടൈം അവാർഡ് കാസർഗോഡ് കൊടകാട് വെള്ളച്ചാൽ സ്വദേശിയും 12 വർഷമായി ദേശീയ കബഡി പരിശീലകനുമായ E ഭാസ്കറിന് ലഭിച്ചു.
അവിടെയും കൊണ്ട് ഒരു മലയാളിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്പോർട്സ് അവാർഡുകൾ മലയാളികൾക്ക് ലഭിക്കുന്നത് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇത് ലഭിച്ചിട്ടുള്ളത് നോക്ക്, ദ്രോണാചാര്യ അവാർഡാണ്. അതും ദ്രോണാചാര്യ ലൈഫ് ടൈം അവാർഡ്. ഈ ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത് പരിശീലകർക്ക് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തവണത്തെ ദ്രോണാചാര്യ ലൈഫ് ടൈം അവാർഡ് നേടിയത് കേരളത്തിലെ കാസർഗോഡ് കൊടകാട് വെള്ളച്ചാൽ സ്വദേശിയായിട്ടുള്ള, അതും 12 വർഷമായി ദേശീയ കബഡി പരിശീലകനായിട്ടുള്ള ഇ ഭാസ്കരനാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു ചോദ്യം വരാം. ഇ ഭാസ്കരൻ്റെ ജന്മസ്ഥലം, അത് സംസ്ഥാനം എന്ന് പറയാൻ കേരളം, അതേപോലെ സ്ഥലം എന്ന് പറയാൻ കാസർഗോഡ്, അല്ലെ കാസർഗോഡ് ജില്ലക്കാരൻ. ഇനി ഇ ഭാസ്കരൻ എന്ന് പറയുന്ന വ്യക്തി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കബഡി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ തന്നെ മനസ്സിലാക്കി വെക്കുക. അടുത്തത്, ഖേൽ രത്ന പുരസ്കാര തുക 25 ലക്ഷവും അർജുന അവാർഡ് 15 ലക്ഷം രൂപ വീതവുമാണ്. 15 ലക്ഷം രൂപയാണ് ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാര തുക. അപ്പോൾ ഇതും ഒരു ചോദ്യമായിട്ട് വരാൻ പറ്റുന്ന ഒരു നല്ലൊരു പോയിൻ്റാണ്. ഖേൽ രത്ന പുരസ്കാര തുക എത്രയാണ്? 25 ലക്ഷം. അർജുന അവാർഡ് തുക എത്രയാണ്? 15 ലക്ഷം. അതേപോലെ ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാര തുക എത്രയാണ്? 15 ലക്ഷം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ സാധ്യതയുണ്ട്, എഴുതി വെച്ച് തന്നെ പഠിക്കുക. നമുക്ക് ഈ പോയിൻ്റ് ഒന്നുകൂടി ഒന്ന് ഓടിച്ചു നോക്കാം. രാജ്യത്തെ പരമോന്നത കായിക പുരസ്കാരമായ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് 2023 നേടിയവർ ആരൊക്കെ? ചിരാഗ് ചന്ദ്രശേഖർ ഷെട്ടി, സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി. ഏഷ്യൻ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും സ്വർണവും ലോക റാങ്കിങ്ങിൽ 1-ാം സ്ഥാനവും നേടിയാണ് പുരുഷ ഡബിൾസ് ബാഡ്മിൻ്റൺ താരങ്ങളായ ഇരുവരും ജേതാക്കളായത്. മുംബൈ സ്വദേശിയാണ് ചിരാഗ് ഷെട്ടി. ആന്ധ്രാപ്രദേശിലെ അമലപുരമാണ് സായിരാജിൻ്റെ സ്വദേശം. പാലക്കാട് യാക്കര സ്വദേശിയായ ലോങ് ജംപ് താരം എം ശ്രീശങ്കറും ക്രിക്കറ്റർ മുഹമ്മദ് ഷമിയും ഉൾപ്പെടെ 26 പേർ അർജുന അവാർഡ് ജേതാക്കളായി. ഇതിൽ 15 പേർ വനിതകളാണ്. പരിശീലകർക്കുള്ള ദ്രോണാചാര്യ അവാർഡ് ലൈഫ് ടൈം അവാർഡ് കാസർഗോഡ് കൊടകാട് വെള്ളച്ചാൽ സ്വദേശിയും 12 വർഷമായി ദേശീയ കബഡി പരിശീലകനുമായ ഇ ഭാസ്കരന് ലഭിച്ചു. ഖേൽ രത്ന പുരസ്കാര തുക 25 ലക്ഷവും അർജുന അവാർഡ് 15 ലക്ഷം രൂപ വീതവുമാണ്. 15 ലക്ഷം രൂപയാണ് ദ്രോണാചാര്യ ലൈഫ് ടൈം പുരസ്കാര തുക. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടതാര്? അരവിന്ദ് പനഗരിയ. അടുത്ത ഏതെങ്കിലും ഒരു PSC പരീക്ഷയിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന 100% ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ ഒരിക്കലും ഒരു നഷ്ടവുമല്ല. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. ഇതിപ്പോഴേ പഠിച്ചു, ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാവും. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാൻ അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ മുൻ ഉപാധ്യക്ഷനാണ് ഇദ്ദേഹം. ഇത് നോട്ട് ചെയ്ത് വെച്ചോ. ഇത് ഉറപ്പായിട്ടും ഈ ചോദ്യം ഈ വർഷം നടക്കുന്ന PSC പരീക്ഷകളിൽ ഉറപ്പായിട്ടും ഇത് ചോദിച്ചിരിക്കും. 16ാമത് ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയ. നീതി ആയോഗിൻ്റെ മുൻ ഉപാധ്യക്ഷനാണ് ഇദ്ദേഹം. അടുത്ത PSC പരീക്ഷകൾക്ക് വേണ്ടിയുള്ള റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളായിരിക്കും ഇനി മുതൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനികാഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? UAE-യുമായി ചേർന്ന് നടത്തിയ സംയുക്ത സൈനികാഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ. രാജസ്ഥാനിലെ മഹാജനിൽ നടന്ന 2 ആഴ്ച നീണ്ട ഡെസേർട്ട് സൈക്ലോൺ 2024 അഭ്യാസം ജനുവരി 15 അവസാനിച്ചു. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അതായത് UAE-യുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനികാഭ്യാസമായിട്ടുള്ള ഡെസേർട്ട് സൈക്ലോൺ എവിടെയാണ് നടന്നത്? രാജസ്ഥാനിലെ മഹാജനിൽ. ഒന്നുകൂടി നോക്കാം. ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനികാഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ? UAE. രാജസ്ഥാനിലെ മഹാജനിൽ നടന്ന 2 ആഴ്ച നീണ്ട ഡെസേർട്ട് സൈക്ലോൺ 2024 അഭ്യാസം ജനുവരി 15 അവസാനിച്ചു. പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത് രവീന്ദ്രകുമാർ ത്യാഗി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത് രവീന്ദ്രകുമാർ ത്യാഗി. രാജ്യത്തെ പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക് സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ്? വൃന്ദാവൻ മധുര UP. എവിടെയാണ്? വൃന്ദാവൻ മധുര UP. രാജ്യത്തെ പെൺകുട്ടികൾക്കായുള്ള ആദ്യ സൈനിക് സ്കൂൾ ആരംഭിച്ചത് വൃന്ദാവൻ മധുര UP. സംവിത് ഗുരുകുലം ഗേൾസ് സൈനിക് സ്കൂൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ പെൺകുട്ടികൾക്കായുള്ള സൈനിക സ്കൂളിൻ്റെ പേരെന്താണ്? സംവിത് ഗുരുകുലം ഗേൾസ് സൈനിക സ്കൂൾ. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ നേട്ടം കൈവരിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയ്ക്ക് അടുത്തിടെ ഐസ്ലൻഡിലെ ഹൂസ്വിക് മ്യൂസിയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചു. എന്താണ് പേര്? ലീഫ് എറിക്സൺ ലൂണാർ. ഒന്നുകൂടി നോക്കാം. ചന്ദ്രയാൻ 3 ദൗത്യത്തിലൂടെ ബഹിരാകാശ മേഖലയിൽ നേട്ടം കൈവരിച്ച ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ISROയ്ക്ക് അടുത്തിടെ ഐസ്ലൻഡിലെ ഹൂസ്വിക് മ്യൂസിയത്തിൻ്റെ പുരസ്കാരം ലഭിച്ചു. പേര് ലീഫ് എറിക്സൺ ലൂണാർ.
ക്രിസ്റ്റഫർ കൊളംബസിന് ഏകദേശം 4 നൂറ്റാണ്ട് മുൻപ് അമേരിക്കൻ വൻകരയിൽ എത്തിയതായി കരുതപ്പെടുന്ന ഐസ്ലൻഡിൽ നിന്നുള്ള നോർസ് പര്യവേക്ഷകൻ ലീഫ് എറിക്സന്റെ പേരിലുള്ളതാണ് പുരസ്കാരം. ക്രിസ്റ്റഫർ കൊളംബസിന് ഏകദേശം 4 നൂറ്റാണ്ട് മുൻപ് അമേരിക്കൻ വൻകരയിൽ എത്തിയതായി കരുതപ്പെടുന്ന ഐസ്ലൻഡിൽ നിന്നുള്ള നോർസ് പര്യവേക്ഷകൻ ലീഫ് എറിക്സന്റെ പേരിലുള്ളതാണ് പുരസ്കാരം. ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2022 നേടിയത് കുരീപ്പുഴ ശ്രീകുമാറാണ്. ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2022 നേടിയത് കുരീപ്പുഴ ശ്രീകുമാർ. കെ ജയകുമാർ ആയിരുന്നു 2021 പുരസ്കാര ജേതാവ്. കെ ജയകുമാർ ആയിരുന്നു 2021 പുരസ്കാര ജേതാവ്. അപ്പോൾ ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം 2022 നേടിയത് കുരീപ്പുഴ ശ്രീകുമാർ. അതുപോലെ 2021 കെ ജയകുമാർ. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര സാഹിത്യ അവാർഡുകളിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം നേടിയ കൃതി മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. ഡോക്ടർ ബി ഇക്ബാലാണ് ഈ കൃതിയുടെ രചയിതാവ്. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര സാഹിത്യ അവാർഡുകളിൽ ജനപ്രിയ ശാസ്ത്ര സാഹിത്യ പുരസ്കാരം നേടിയ കൃതിയാണ് മഹാമാരികൾ, പ്ലേഗ് മുതൽ കോവിഡ് വരെ, ചരിത്രം, ശാസ്ത്രം, അതിജീവനം. ഡോക്ടർ ബി ഇക്ബാലാണ് ഈ കൃതിയുടെ രചയിതാവ്. അടുത്ത് നടക്കാൻ പോകുന്ന PSC പരീക്ഷകൾക്കായുള്ള ഫ്രീ ഓൺലൈൻ കോച്ചിങ്ങിനും റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മോഡൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ കറണ്ട് അഫയേഴ്സ് PDF-നുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ടെലഗ്രാം ലിങ്ക് വഴി ചാനലിൽ ജോയിൻ ചെയ്യുക. വാട്സാപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ തന്നിട്ടുള്ള നമ്പറിലേക്ക് ആഡ് മീ എന്ന് റിക്വസ്റ്റ് അയക്കുക. അടുത്തിടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേടിയ മേൽക്കൈ എന്താണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനത്തിനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനെ ഒഴിവാക്കുന്ന ബിൽ പാർലമെൻറ്റിൽ ഇരുസഭകളും അംഗീകരിച്ചു. ബില്ലിൻ്റെ വ്യവസ്ഥ പ്രകാരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ലോകസഭയിലെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്നിവരാകും തിരഞ്ഞെടുപ്പ് സമിതിയിൽ ഉണ്ടാവുക. നിങ്ങളിതെവിടെയെങ്കിലും കുറിച്ചിട്ടോ? ഈ ക്വസ്റ്റ്യൻ അടുത്ത PSC പരീക്ഷകളിൽ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. 100% ഷ്യൂരിറ്റി പറയുന്നൊരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഇത്. കാരണം അത്രയ്ക്ക് പ്രാധാന്യം ഇതിനുണ്ട്. ഒന്നുകൂടി പറയാം. അടുത്തിടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ നേടിയ മേൽക്കൈ എന്താണ്? മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും നിയമനത്തിനുള്ള സമിതിയിൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കുന്ന ബിൽ പാർലമെൻറ്റിൽ ഇരുസഭകളും അംഗീകരിച്ചു. ബില്ലിൻ്റെ വ്യവസ്ഥ പ്രകാരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി, പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ലോകസഭയിലെ പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ് എന്നിവരാകും തിരഞ്ഞെടുപ്പ് സമിതിയിൽ ഉണ്ടാകുക. ഭരണഘടനാ സ്ഥാപനമായ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണിത്. ഉറപ്പായിട്ടും അടുത്ത PSC പരീക്ഷകളിൽ ഈ ചോദ്യം പ്രതിഫലിക്കും. രാജ്യത്തെ ആദ്യ AICTI വികസിപ്പിക്കുന്ന നഗരം ലക്നൗ, UP. രാജ്യത്തെ ആദ്യ AICT ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് AICTI വികസിപ്പിക്കുന്ന നഗരം ലക്നൗ, UP. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട വരുന്ന ചോദ്യങ്ങളൊക്കെ കൃത്യമായി നോട്ട് ചെയ്ത് വെച്ചോളുക. കാരണം അത് വളരെ അപ്ഡേഷനുള്ളൊരു മേഖലയാണ് ഈ IT എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവായി മാറുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ AI എന്ന് കണ്ടാൽ ഉറപ്പായിട്ടും നിങ്ങളത് നോട്ട് ചെയ്ത് വെച്ചോളുക. രാജ്യത്തെ ആദ്യ AICTI വികസിപ്പിക്കുന്ന നഗരം ലക്നൗ, UP. രാജ്യത്തെ ആദ്യ AICTI വികസിപ്പിക്കുന്ന നഗരമാണ് ലക്നൗ. നവാബുമാരുടെ നഗരം എന്നും ലക്നൗ അറിയപ്പെടുന്നു. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISFൻ്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് നീന സിംഗ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് അഥവാ CISFൻ്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് നീന സിംഗ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി സുജലം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്നിപ്പോൾ പഠിപ്പിച്ച കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ കൂട്ടിയിട്ടൊരു മൂന്നാമത്തെ പോയിൻ്റാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ അത് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. കാരണം വെച്ചാൽ ഉറപ്പായിട്ടും അടുത്ത PSC പരീക്ഷയിൽ ചോദിക്കും. പദ്ധതികൾ എന്തായാലും PSCയുടെ ഒരു ഇഷ്ട മേഖലയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സുജലം പദ്ധതി ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേന CISF. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഡൽഹി പോലീസിൽ നിന്നും ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേനയാണ് CISF.
മലയാള കവയത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഈ ക്വസ്റ്റ്യൻ PSC പരീക്ഷയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷൻ അടിച്ചിരുന്നു പോകും. കാരണം ഇത് കൃത്യമായിട്ട് വായിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയവരാണെങ്കിൽ പശ്ചിമ ബംഗാൾ എന്ന് ആൻസർ ചെയ്യും. അല്ലാത്തവർ ഈ സുഗതകുമാരിയും സുഗതവനവും ഒക്കെ കേൾക്കുമ്പോൾ കേരളം തന്നെയായിരിക്കും ആ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ സാധ്യത. അതുകൊണ്ട് ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. മലയാള കവയിത്രി അന്തരിച്ച സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കൊൽക്കത്ത രാജ്ഭവനിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതും ഒരു പോയിന്റാണ്, ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. കൊൽക്കത്ത രാജ്ഭവനിലാണ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമയുടെ പേര് മേം അടൽ ഹൂം. എന്താണ്? മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമയുടെ പേരാണ് മേം അടൽ ഹൂം. രവി ജാദവ് സംവിധാനം ചെയ്യുന്ന ഹിന്ദി സിനിമയിൽ നടൻ പങ്കജ് ത്രിപാഠിയാണ് വാജ്പേയിയെ അവതരിപ്പിക്കുന്നത്. രവി ജാദവ് സംവിധാനം ചെയ്യുന്ന ഹിന്ദി സിനിമയിൽ നടൻ പങ്കജ് ത്രിപാഠിയാണ് വാജ്പേയിയെ അവതരിപ്പിക്കുന്നത്. മലയാളി മാധ്യമപ്രവർത്തകനായ NP ഉല്ലേഖ് രചിച്ച ദ അൺടോൾഡ് വാജ്പേയി പൊളിറ്റീഷ്യൻ ആൻഡ് പാരഡോക്സ് എന്ന കൃതിയാണ് സിനിമയ്ക്ക് ആധാരം. ഉത്കർഷ് നൈതാനിയാണ് തിരക്കഥാകൃത്ത്. 1924 ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച വാജ്പേയിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് 2023 ഡിസംബർ 25 തുടക്കം കുറിച്ചു. ഈ പോയിന്റ് ഒന്നുകൂടെ നോക്കാം. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം ആധാരമാക്കിയുള്ള സിനിമയുടെ പേര് മേം അടൽ ഹൂം. സംവിധാനം രവി ജാദവ്. ഇതിൽ അഭിനയിക്കുന്നത് പങ്കജ് ത്രിപാഠി. ഇതിനാധാരമായിട്ടുള്ളത് മലയാളി മാധ്യമപ്രവർത്തകനായ NP ഉല്ലേഖ് രചിച്ച ദ അൺടോൾഡ് വാജ്പേയി പൊളിറ്റീഷ്യൻ ആൻഡ് പാരഡോക്സ് എന്ന കൃതിയാണ്. ഇതിൻ്റെ തിരക്കഥാകൃത്ത് ഉത്കർഷ് നൈതാനി. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയലുകൾക്കും കറണ്ട് അഫയേഴ്സിനും മുൻവർഷ ചോദ്യങ്ങൾക്കുമായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അടുത്തൊരു പോയിന്റ്, 2023 ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടൻ കബീർ ബേദി. 2023 ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടനാണ് കബീർ ബേദി.